ഈ വേടൻ ചർച്ചകൾ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും, പ്രത്യേകിച്ച് പൊതുസമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ നോക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വളരെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ, നേരത്തെ വേടനെ പറ്റി നമ്മൾ ചില സ്റ്റോറി ചെയ്തതുകൊണ്ട് അതിനൊരു ഫോളോ അപ്പ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുക. വേടനെ ശരിക്കും പഠിക്കണം. എന്താണ് വേടൻ? എന്താണ് വേടൻ ഒരു പ്രതിഭാസമായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് മാറിയത്? ഒരു ചെറുപ്പക്കാരൻ. ഇന്ന് കേരളത്തിൽ വേറൊരു കലാകാരനും ആകർഷിക്കാൻ കഴിയാത്തത്ര വൻ ജനക്കൂട്ടത്തെ വേടൻ എന്തുകൊണ്ട് ആകർഷിക്കുന്നു? ഏറ്റവും ഒടുവിലത്തെ 2-3 പരിപാടികൾ നോക്കിയാൽ മതി. നിശാഗന്ധി തിരുവനന്തപുരത്ത്, പിന്നെ ഇടുക്കിയിലെ സർക്കാരിൻ്റെ പരിപാടി, ഇന്നലെ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് പട്ടികവർഗ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിലെ കലാപ്രകടനം വേടൻ്റെ. ജനത്തിരക്ക് കാരണം പോലീസിന് അവിടെ ലാത്തി വരെ വീശേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? വേടന്റെ പരിപാടിക്ക് വരുന്ന ജനക്കൂട്ടത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ, ചെറുപ്പക്കാര്, പിന്നെ പ്രായമുള്ളവർ വരുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിപ്പട്ടാളം തന്നെയാണ് വേടന്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. ലക്ഷക്കണക്കിന് കുട്ടിപ്പട്ടാളം, അതോടൊപ്പം ചെറുപ്പക്കാരും. എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. ഒരു കലാകാരനും ഒരു ഗായകനും ഒരു സൂപ്പർ സ്റ്റാറിനും ആകർഷിക്കാൻ കഴിയാത്ത ജനക്കൂട്ടത്തെ വേടൻ എന്തുകൊണ്ട് ആകർഷിക്കും? അപ്പൊ വേടനെ പറ്റി കഴിഞ്ഞ ദിവസം സംഘപരിവാർ, പിന്നെ കേസരി മാസികയുടെ പത്രാധിപരും മുഖ്യ പത്രാധിപരൊക്കെ പറഞ്ഞൊക്കെ നമുക്കിവിടെ അറിയാം. അത് നമ്മൾ ഇവിടെ ആവർത്തിക്കുന്നില്ല, നമ്മളത് നേരത്തെ പറഞ്ഞായിരിക്കണം. അപ്പോ സംഘപരിവാർ വേടനെതിരെ രംഗത്ത് വരുന്നു. അതെന്തുകൊണ്ടാണ്? അത് ജാതി രാഷ്ട്രീയമാണ്, സവർണ രാഷ്ട്രീയം അതിനകത്തുണ്ട്. വേടൻ പറയുന്ന വാക്കും കവിതയും പാട്ടും ഒക്കെ പലരെയും അലോസരപ്പെടുത്തുന്നു. നമുക്കറിയാം, മലയാളി വളരെ പോളിഷ്ഡ് മാന്യന്മാരാണ്, അല്ലെ മാന്യകളാണ് എല്ലാവരും. ജാതി പുറമെ പറയത്തില്ല. പക്ഷേ മറ്റവന്റെ ജാതി എന്താണെന്ന് ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത് അന്വേഷിക്കാൻ ഭയങ്കര താല്പര്യമാണ് മലയാളിക്ക് രഹസ്യമായിട്ട്. അപ്പോൾ പുറമെ നമ്മൾ വിദ്യാസമ്പന്നര്, പോളിഷ്ഡ്, നമ്മളെപ്പോലെ സിവിലൈസ്ഡ്, പൗരബോധം, സിവിൽ സൊസൈറ്റി വേറെ ലോകത്ത് വേറെയില്ല. പക്ഷെ ഉള്ളിലെ ജാതി ഇപ്പോഴും ജാതിയായിട്ട് തന്നെ കിടക്കുകയാണ് ഓരോരുത്തരുടെയും മനസ്സിൽ. അത് മേലാളരായാലും കീഴാളരായാലും. മേലാളർക്കെതിരെ കീഴാളർക്ക് ജാതി പറയേണ്ടി വരുന്നു. അതാണ് വേടന്റെ പാട്ടുകളിൽ വരുന്നത്. അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്, സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് അയ്യങ്കാളിയൊക്കെ കൂട്ടി ഇത് പാടുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പൊ അത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ വേടൻ ഒരു അപകടമാണ്. വേടനെ നിയന്ത്രിക്കണം. വേടനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ പറ്റില്ല. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ എന്തുകൊണ്ട് ഭ്രാന്താലയം എന്ന് വിളിച്ചത്, എത്രയോ നാൾ മുമ്പ് വിളിച്ചത്, ഇപ്പോഴും എത്ര സത്യമാണെന്നാണ് വേടന്റെ പെർഫോമൻസുകൾ തെളിയിക്കുന്നത്, വേടൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തെളിയിക്കുന്നത്. ജാതി ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല മലയാളിക്ക്. എന്താ പോവാത്തത്? അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ മുമ്പൊരിക്കൽ ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. കേരളത്തിൽ ഒരു 100 മീറ്റർ ദേശീയപാതയിൽ കൂടെ, എല്ലാ പ്രധാന റോഡിൽ കൂടെ സഞ്ചരിച്ചാൽ അതിനകത്തൊരു 10 മാട്രിമോണിയൽ പരസ്യം കാണും. ജാതി മാട്രിമോണിയൽ പരസ്യം, ജാതിരഹിത മാട്രിമോണിയൽ പരസ്യം എന്തേ നമ്മുടെ നാട്ടിലില്ലാത്ത? അപ്പൊ നമ്മുടെ മനസ്സിലെ ജാതി അത്രമാത്രം ഉള്ളിലിങ്ങനെ കിടന്ന് തിളയ്ക്കുകയാണ്. അതാണ് വേടനെതിരെ വരുന്ന ഈ പറയുന്ന വിമർശനങ്ങൾ. അപ്പൊ വേടൻ ജാതി പറഞ്ഞു തന്നെയാണ് തന്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതായത് ജാതി പറയാതിരിക്കാൻ പറ്റുന്നില്ല. വേടൻ ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ നിറം കാരണം ഞാൻ ഒത്തിരി പീഡനങ്ങൾ അനുഭവിച്ചിട്ട്, വിവേചനം അനുഭവിച്ചിട്ട് പിന്നെ ചെറുപ്പത്തിൽ കൂടെ വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ബാല്യം എന്ന് പറയുന്നത്, എൻ്റെ നിറം കാരണം, എൻ്റെ ജാതി കാരണം ഞാൻ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഞാൻ ജീവിച്ചു വന്നത് എന്ന് വേടൻ പറയുന്നുണ്ട്. ഇനി ഈ സംഗീതം, ഈ റാപ്പ് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. റാപ്പ് എന്ന് പറഞ്ഞാൽ പ്രതികരണത്തിന്റെ സംഗീതമാണ് റാപ്പർ എന്ന് പറയുന്നത്, അല്ലെ റാപ്പ് സംഗീതം. അമേരിക്കയിലെ കറുത്ത വർഗക്കാർ, ലാറ്റിൻ അമേരിക്ക അതുപോലുള്ള സ്ഥലങ്ങളിലെ, അല്ലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കറുത്ത നിറമുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങളെ കലാകാരന്മാരവിടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. സംഗീതം, അതുപോലെ മറ്റു രീതികളിലെ കലാരൂപങ്ങളില്. അങ്ങനെയാണ് അമേരിക്കയിലെ റാപ്പ് സംഗീതം ഒരു വലിയ തരംഗമായിട്ട് മാറി. അത് ഒരു വലിയ സംഗീത ശാഖയായിട്ട്, പ്രതിഷേധത്തിന്റെ
പ്രതിരോധത്തിന്റെ പ്രതികരണത്തിന്റെ ഒരു സംഗീത ശാഖയായിട്ട് ലോകമെങ്ങും വളർന്നു വന്ന ഒരു കാര്യമാണ് റാപ്പും അതുപോലെ സമാനമായ ഈ പറയുന്ന ഗോത്രവർഗ സംഗീതവുമൊക്കെ. കേരളത്തിലും ഇപ്പൊ വേടൻ ഈ പ്രശസ്തി കിട്ടുമ്പോൾ, വേടന്റെ കൂടെ ഇത്രയും പേര് വേടന്റെ പരിപാടിക്ക് വരുമ്പോൾ ഇവിടെയും അത് പ്രസക്തമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ജാതി രഹിത സമൂഹമായിട്ട് ഇന്നും കേരളം മാറാൻ സാധിച്ചിട്ടില്ല. കേരളത്തിന് ഏറ്റവും വലിയ സാക്ഷരതയെ പറ്റി നമ്മൾ പറയുന്നു, ഏറ്റവും മഹാമാന്യന്മാരെന്ന് പറയുന്നു, ഏറ്റവും നന്നായിട്ട് വസ്ത്രം ധരിച്ച് നല്ല വൃത്തിക്ക് നടക്കുന്നവരെന്ന് പറയുന്നു, ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരെന്ന് പറയുന്നു. പക്ഷേ കേരളം ഇപ്പോഴും ഒരു ജാതിരഹിത സമൂഹമായിട്ട് മാറിയിട്ടില്ല എന്നാണ് വേടന്റെ പരിപാടികൾ തെളിയിക്കുന്നത്. പിന്നെ ആ വേടനെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഒരു പ്രതിരോധ രാഷ്ട്രീയമുണ്ട്. അത് മലയാളി എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ്. കേരളം ഇപ്പോഴും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരമുള്ള ഒരു നാടാണ് കേരളം, പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഗീത ശാഖയാണ് വേടന്റെ റാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ആരെതിർക്കും? സംഘപരിവാർ എതിർക്കും. പിന്നെ കോൺഗ്രസിലെ മൃദു ഹിന്ദുത്വ നിലപാടുള്ളവരെ എതിർക്കും. അവർക്ക് വേടനെ അംഗീകരിക്കാനാവില്ല, ഉൾക്കൊള്ളാനാവില്ല. പക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അതാണ് ഇവിടെ കണ്ടത്. എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ വേടന്റെ പരിപാടികൾ പോലും ഔദ്യോഗികമായിട്ട് നടത്തുന്നു? ഇനി അതിനൊരു പരിഹാസം, സർക്കാരിന്റെ ആഘോഷങ്ങൾക്ക് 4ാം വാർഷികം, 2ാം പിണറായി സർക്കാർ 4ാം വാർഷിക ആഘോഷത്തിന് ആളെ കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് വേടനെ പിടിച്ചത്. എത്ര ശുദ്ധ അസംബന്ധങ്ങളാണ് ഈ പറയുന്നത്. സർക്കാരിന്റെ ഒരു പരിപാടിക്ക് ആളെ കൂട്ടാൻ വേടനെ പിടിക്കേണ്ട കാര്യം എന്താ? വേടൻ ഒരു പ്രതിഭാസമായിട്ട് വന്നു. പെട്ടെന്ന് വേടന്റെ നിലപാടുകളെ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം വന്നു. വേടനെ വെറുതെ കേസിൽ കൊടുക്കാൻ നോക്കി, അതിനെതിരെ സർക്കാർ നിലപാടെടുത്തു, വനം മന്ത്രി തിരുത്തേണ്ടി വന്നു. ഇതൊക്കെ കാണിക്കുന്നത് വേടൻ എടുക്കുന്ന നിലപാടുകളെ പിന്തുണയ്ക്കേണ്ടതുണ്ട്, വേടൻ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ വേടനെ പിന്തുണയ്ക്കുന്നത്. പക്ഷെ അത് സംഘപരിവാറുകൾക്കോ മൃദു ഹിന്ദുത്വ കോൺഗ്രസിനോ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് കാര്യം. അപ്പൊ വേടന്റെ കുട്ടിപ്പട്ടാളം, ആ കുട്ടിപ്പട്ടാളം വേടൻ വിതച്ച വിത്തുകൾ പെട്ടെന്ന് മുളച്ചു തുടങ്ങി. കുട്ടിപ്പട്ടാളത്തിലെ പല കുട്ടികളെ ഇപ്പോൾ വേദികളിൽ കയറിയിട്ട് വേടന്റെ പാട്ടുകൾ അതേ ഈണത്തിൽ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ വേടൻ വിതച്ച വിത്തുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പല വേടന്മാരും മുളച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഇവിടുത്തെ എതിർപക്ഷക്കാര്, സംഘപരിവാര്, വരേണ്യവർഗ രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം.